റസൂലുള്ളാഹിയെ കുറിച്ചുള്ള ഒരു ഫങ്ഷണൽ വ്യാഖ്യാനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞാൻ എന്തിനാണ് പലപ്പോഴും ഇസ്ലാമിക വേദിയിൽ റസൂലിനെ കുറിച്ചും ഖുറാനെക്കുറിച്ചും ഇസ്ലാമിനെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഒക്കെ വാതോരാതെ പ്രസംഗിക്കുകയും ആഴത്തിൽ പഠിക്കുകയും പ്രസന്റ് ചെയ്യുകയും ചെയ്യുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇസ്ലാം താരതമ്യേന ഒരു പുതിയ മതമാണെന്നും ഒരു വലിയ കാലഘട്ടത്തിൻ്റെ യുഗത്തിൻ്റെ സന്ധിയിലുണ്ടായി അതൊരു മറ്റൊരു യുഗത്തിലേക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടൊരു മതവുമാണ്. ഗോത്രവർഗ പകയുടെ ആ പോരിൽ നിന്ന്, ആ കുറുമ്പിൽ നിന്ന് ആഗോള കച്ചവട സാധ്യതകളിലേക്ക് ഒരു ട്രാൻസിഷൻ നടക്കുന്ന സമയത്താണ് റസൂലുള്ളാഹിയും കൂട്ടരും ഈ ലോകത്തിൽ അവരുടെ മിഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരുപാട് ഫങ്ഷനാലിറ്റി കൂടുതലാണ്. എന്നോ കാലഘട്ടത്തിൽ ഗുഹയിലും ഹിമാലയത്തിൻ്റെ ഉത്തുംഗ ശൃംഗങ്ങളിലുമൊക്കെ രചിക്കപ്പെട്ടവരെക്കാൾ കൂടുതൽ ഫങ്ഷനാലിറ്റി പൊതുസമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിച്ച് പൊതുസമൂഹത്തിന് മാതൃകയാകുന്ന ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസങ്ങളും പ്രത്യയശാസ്ത്രങ്ങളും മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിനുണ്ട്. അതേപോലെ തന്നെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ഫങ്ഷനാലിറ്റിയുള്ള, ഇത്രയധികം പ്രാക്ടിക്കാലിറ്റിയുള്ള ഒരു പ്രവാചകൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മൾ വല്ലാണ്ട് നിഷ്പക്ഷമായി ചിന്തിക്കേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ മൈക്കിൾ ചാർട്ടിനെ പോലുള്ള റസൂലുള്ളാഹിയോടോ ഇസ്ലാമിനോടോ യാതൊരു വിധത്തിലുള്ള സോഫ്റ്റ് കോർണർ അല്ലെങ്കിൽ ആനുകൂല്യവും ഇല്ലാത്ത ഒരു ചരിത്രകാരൻ, അമേരിക്കൻ ചരിത്രകാരൻ, വെറുതെ ഒരു പുസ്തകം എഴുതാൻ തീരുമാനിച്ചു. ഭൂമി ഉണ്ടായത് മുതൽ, മാനവ ചരിത്രം ഉണ്ടായത് മുതൽ ഇന്നുവരേക്കുമുള്ള മനുഷ്യരെ സ്വാധീനിച്ച 100 പേരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കണം. 100 പേരുകൾ അതിലുണ്ടാവണം, 100 വ്യക്തിത്വങ്ങൾ. ആ 100 വ്യക്തിത്വങ്ങളെ അദ്ദേഹം കണ്ടെത്തിയപ്പോൾ ഇതിൽ ആരെയായിരിക്കണം ആദ്യം പ്രതിഷ്ഠിക്കേണ്ടത്, ആരെക്കുറിച്ചാണ് ആദ്യം പ്രതിഷ്ഠിക്കേണ്ടത്, ആരെയാണ് ആദ്യം അവതരിപ്പിക്കേണ്ടത്, അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ട് പോലും അദ്ദേഹം ഒന്നാമതായി വെച്ചത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയാണ്. ആ താഹ റസൂലിനെയാണ് ആദ്യമായി വെച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് മറ്റു പലവരും കടന്നു വരുന്നത്. എന്തായിരുന്നു അതിൻ്റെ കാരണം എന്ന വിമർശന ലോകം അദ്ദേഹത്തോട് ചോദിക്കേണ്ടായി. വിമർശനങ്ങൾ വരുമല്ലോ എന്തായാലും. ഒരുപക്ഷെ അദ്ദേഹത്തെക്കാൾ എത്രയോ കാര്യങ്ങൾ പറഞ്ഞ മറ്റവരുണ്ടാവും എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വന്നു. പക്ഷെ അദ്ദേഹം ഒരു കാര്യം പറഞ്ഞു, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല ഞാൻ അങ്ങനെ 1-ാം സ്ഥാനം കൊടുത്തത്. പിന്നെന്താ, ഒരാളുടെ ജീവിതത്തിൽ അദ്ദേഹം ഉണ്ടാക്കിയെടുത്തു എന്ന് പറയപ്പെടുന്ന ആത്മീയ ലോകവും അല്ലെങ്കിൽ ആത്മീയ സംവിധാനം, അതേപോലെ തന്നെ ബൗദ്ധിക സംവിധാനവും സെക്കുലർ സംവിധാനവും ഒരുപോലെ വിജയം വരിപ്പിച്ചതിന് ശേഷമാണ്, ഒരുപോലെ അതിൻ്റെ ഫങ്ഷനാലിറ്റി, അതിൻ്റെ ഫങ്ഷനിങ് കണ്ടതിന് ശേഷമാണ് ആ പ്രവാചകൻ ഈ ഭൂമിയിൽ നിന്ന് വഫാത്തായി പോയത്. അദ്ദേഹം മരിക്കുന്ന സമയത്ത് ആ ദിവസങ്ങളിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് നമസ്കരിക്കാൻ വേണ്ടി മദീന പള്ളിയുടെ ഉള്ളിലേക്ക് പോകാൻ സാധിച്ചിട്ടില്ല എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. എന്നാൽ ഒരു ജനൽ തുറന്നിട്ടാൽ ആ ജാലകത്തിലൂടെ അവിടെ നടക്കുന്നത് മുഴുവൻ അദ്ദേഹത്തിന് കാണാം. താൻ ആഗ്രഹിച്ച രീതിയിൽ, താൻ ആഗ്രഹിച്ചതിനേക്കാൾ അച്ചടക്കത്തോടുകൂടി എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ ആ സമയമാകുമ്പോഴേക്കും, അല്ലെങ്കിൽ ആ പള്ളി നിറയെ ആളുകൾ താൻ പറഞ്ഞതിനേക്കാൾ നന്നായി ആരാധന അനുഷ്ഠാനങ്ങളിലും മറ്റ് ആത്മീയ പ്രക്രിയകളിലും ഏർപ്പെടുന്നത് കണ്ട് അതിൻ്റെ ഇൻസ്പെക്ട് ചെയ്ത് അതിനൊക്കെ പറഞ്ഞ് ക്വാളിറ്റി ടെസ്റ്റ് കൊടുത്തിട്ടാണ് റസൂലുള്ളാഹി ഈ ലോകത്തിൽ നിന്ന് വഫാത്തായി പോയത്, അതായത് മരിച്ചു പോയത്, മറപ്പെട്ടു പോയത്. അങ്ങനെ പല പ്രവാചകന്മാരുടെയും ജീവിതത്തിൽ അനുയായികൾ പറഞ്ഞതുപോലെയൊന്നും അനുസരിച്ച് കണ്ടിട്ടൊന്നുമല്ല പലരും വിട വാങ്ങിയിട്ടുള്ളത്. ആത്മീയ ലോകമെന്ന് മാത്രമാണോ? ആ സമയമായപ്പോഴേക്കും ഒരു സുൽത്താനായി, ഒരു ചക്രവർത്തിയായി ആ മക്ക രാജ്യത്തിൻ്റെ രാജാവായി നിന്നുകൊണ്ട് പൊളിറ്റിക്കൽ കാര്യങ്ങളും രാഷ്ട്രീയപരമായ തീരുമാനങ്ങളും കരാളുകളും എത്ര മാതൃകകളാണ്. അതൊക്കെ കൃത്യമായി അനുഷ്ഠിപ്പിച്ചും എതിരാളികളുടെ വാക്കിൽ നിന്ന് പോലും ആദരവ് പിടിച്ചുപറ്റിയിട്ട് എതിർക്കാൻ വന്നവരെ സഖാക്കളാക്കി, സ്വന്തം സുഹൃത്തുക്കളാക്കി, സഹാബത്താക്കി മാറ്റുന്ന കാഴ്ചയാണ് നമ്മൾ ഓരോ സ്ഥലത്തും കാണുന്നത്.
അതുകൊണ്ട് തന്നെ നമ്മുടെയൊക്കെ പ്രഭാഷണങ്ങളിലും പുസ്തകമെഴുതലുകളിലും നമ്മുടെയൊക്കെ പ്രബന്ധങ്ങളിലുമൊക്കെ ഇന്ന് നഷ്ടപ്പെടുന്നത് പലപ്പോഴും ഈ പറയുന്ന സോഷ്യൽ എഞ്ചിനീയർ ആയിട്ടുള്ള, ഒരു സാമൂഹ്യ വിചക്ഷണനായിട്ടുള്ള, സോഷ്യൽ ആനിമേറ്റർ ആയിട്ടുള്ള, ഒരു സോഷ്യൽ ആർക്കിടെക്റ്റ് ആയിട്ടുള്ള, ഒരു നിയമജ്ഞനായിട്ടുള്ള, ഒരു സുഹൃത്തായിട്ടുള്ള, നല്ലൊരു ഭർത്താവായിട്ടുള്ള, നല്ല കുട്ടികളെ പോലും, എന്തിനേറെ കെട്ടിടത്തിന് പോലും വ്യക്തിത്വമുണ്ടെന്ന് പറയുന്ന ഹദീസ് ഞാൻ പഠിച്ചിട്ടുണ്ട്. കെട്ടിടത്തെ തകർക്കുന്നതിന് മുമ്പേ അതിന് ചിന്തിക്കണം, കാരണം അതിന് വ്യക്തിത്വമുണ്ട്. ഇന്നിപ്പോ യുദ്ധത്തിന്റെ ഇടയിൽ എത്ര ആൾ മരിച്ചു എന്നേ നമുക്ക് കണക്കിടണുള്ളൂ. പക്ഷെ ഒരിക്കലും എത്ര കെട്ടിടങ്ങൾ ആ സ്ഥലത്ത് തകർക്കപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്നില്ല. ഇസ്ലാമിന് അതിനും കണക്കുണ്ടാവണമെന്നാ. ഒരു യുദ്ധം നടക്കുമ്പോൾ എത്ര മരങ്ങൾ നശിപ്പിക്കപ്പെട്ടു. നശിപ്പിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത്. യുദ്ധം ചെയ്യുമ്പോൾ നശിപ്പിക്കരുത് മരങ്ങളെയും കെട്ടിടങ്ങളെയും. അത്രയും സൂക്ഷ്മതയോടുകൂടി കാര്യങ്ങൾ യുദ്ധരംഗത്ത് പറഞ്ഞൊരു പ്രവാചകൻ അനുസ്മരിക്കപ്പെടേണ്ടതല്ലേ? നമ്മളിപ്പോഴും, ഞാൻ ഈ പറയുന്ന എൻ്റെ ഒരു സ്വകാര്യ ദുഃഖം മാത്രമായിട്ട് എടുക്കരുത്. നമ്മൾ എഴുതിയ പുസ്തകങ്ങൾ, ഞാനിത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ ഉണ്ടായത്, പലരും ലൈവ് കാണുന്നുണ്ട്. അപ്പം എന്നോടൊരു ഉസ്താദ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ഒരാൾ, അദ്ദേഹം പേരും നാളൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ചോദിച്ചു, പറഞ്ഞില്ല, പിന്നെ പറയാമെന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, സ്വാമി അങ്ങനെ ഒരു പുസ്തകം വരാതിരിക്കാനുള്ള കാരണം ഞങ്ങളും ഇങ്ങനെ ചിന്തിച്ചു. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങളും ചിന്തിച്ചത്. ഞങ്ങളൊരു പുസ്തകം എഴുതുമ്പോൾ ഞങ്ങളുടെ അനുവാചകരായി അത് വായിക്കുമെന്നത് ഞങ്ങൾ വിശ്വസിച്ചെഴുതുന്നത് ഈ മുസ്ലിം ഉമ്മത്തിനെയാണ്. മുസ്ലിങ്ങളുടെ ഇടയിൽ ഒന്നുകൂടി പ്രവാചകനെ, അവരുടെ കറാമത്ത്, അവരുടെ സിദ്ധികൾ, അവരുടെ ആത്മീയത, മിസ്റ്റിസം, ആഴങ്ങൾ, ഇതിനെക്കുറിച്ചൊക്കെ, അല്ലെങ്കിൽ ഹദീസുകളിലെ ഇനിയും കണ്ടെത്താത്ത ഒരുപാട് നന്മകൾ, അതുകൊണ്ടാണ് അത്തരം ഒരു ശൈലിയുള്ള പുസ്തകങ്ങൾ ഇവിടെ എഴുതിയിട്ടില്ല എന്നല്ല, ഇഷ്ടം പോലെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ആ പുസ്തകങ്ങളുടെ ഒക്കെ ശേഖരമുണ്ട്. ഇപ്പം കഴിഞ്ഞ മാസവും ഈ മാസം തന്നെ കഴിഞ്ഞ മാസം പിന്നെ ടൗൺ ഹാളിൽ വെച്ച് കക്കാട് മുഹമ്മദ് വൈസി ഉസ്താദിൻ്റെ സയ്യിദുനാ റസൂലുള്ള 3-ാം വാള്യം ഉദ്ഘാടനം ചെയ്ത സമയത്തും അതിൻ്റെ റിലീസിൻ്റെ സമയത്തും ഞാനുണ്ടായിരുന്നു. ആ പുസ്തകവും ഞാൻ അതിരുന്ന് വായിക്കേണ്ടായി. ഒരല്പം കൂടിയൊക്കെ ബെറ്റർ ആണെന്ന് ആ വിഷയങ്ങളൊക്കെ നമുക്ക് പറയും. അതിനുശേഷം ഒരുപാട് പേര് എനിക്ക് PDF-കൾ അയച്ചു തന്നു. ഇതൊക്കെ പുതിയ പുസ്തകങ്ങളാണ്, നിങ്ങൾ പറഞ്ഞ ഫങ്ഷനാലിറ്റിയുള്ള പുസ്തകങ്ങളാണോ എന്നൊന്ന് അന്വേഷിച്ചു. ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ ഉസ്താദ് പ്രസംഗിച്ച ചില കാര്യങ്ങളുണ്ടല്ലോ, അതിലൊരിക്കലും ഒരു പൊതുസമൂഹത്തിൽ അദ്ദേഹം ബുറാക്കിൻ്റെ പുറത്ത് കയറിപ്പോൾ, അതൊക്കെ നല്ലതാണ്. അതൊക്കെ നമ്മുടെ വിശ്വാസ സത്യങ്ങളാണ്. നമ്മുടെ വിശ്വാസ സത്യങ്ങൾ ഒരു പക്ഷേ മറ്റൊരാൾക്ക് സ്വീകാര്യമായി കൊള്ളണമെന്നില്ല. ഇന്ത്യൻ പിന്നെ മതത്തിലെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, കല്യാണം കഴിക്കാത്ത സ്വാമിമാരോടാണ് അവർക്ക് ഏറ്റവും ബഹുമാനം തോന്നുക. എന്നാൽ മറ്റൊരു മതം വന്ന് പറയാ, നിങ്ങൾ 10 കെട്ടിയതാണ്, 10 കെട്ടിയ ഒരാളാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ആളെന്ന് പറയുമ്പോൾ ഒന്ന് സംശയിക്കും, അതെന്തിനാ അങ്ങനെ കെട്ടിയത്, ഞങ്ങൾ ഒന്നെന്നെ അതുകൊണ്ട് എൻ്റെ മതത്തിലെ വിശ്വാസത്തെ, ആ പറയുന്ന കാര്യത്തെ അല്ല നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ യേശുവിൻ്റെ ആദ്യത്തെ കറാമത്ത് എന്താണെന്ന് ബൈബിളിൽ എഴുതിയിരിക്കുന്ന വെള്ളം വീഞ്ഞാക്കിയെന്ന. ഇത് കേൾക്കുമ്പോൾ ഇസ്ലാമിന് എന്താ തോന്നുക? ഈസാ നബി കള്ളുണ്ടാക്കാൻ പോവുകയായിരുന്നു. ഈസാ നബി ആദ്യമായിട്ട് പിന്നെ ചാരായം ഉണ്ടാക്കാൻ പോയതായിരുന്നു, അല്ലെങ്കിൽ വീഞ്ഞുണ്ടാക്കാൻ പോയതായിരുന്നു. അത് അവരുടെ വിശ്വാസമാണ്, അത് വിശ്വാസ സത്യമാണ്, അത് അതിനൊരുപാട് അർത്ഥതലങ്ങൾ ക്രൈസ്തവത കാണുന്നുണ്ട്. അതിനൊരുപാട് സിംബോളിറ്റിക്കായിട്ട് നമ്മളതിനെ കാണണം. അപ്പോൾ യേശുവിനെ കുറിച്ച് അവതരിപ്പിക്കുമ്പോൾ നാളെ ആദ്യത്തെ പ്രവൃത്തി അതാണെന്ന് കരുതി അതുമായി മുന്നോട്ട് വന്നാൽ, അറേബ്യൻ രാജ്യത്തോ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുമ്പോൾ അതായിരിക്കരുത് എന്ന ബോധം നമുക്കുണ്ടാവണ്ടേ? അല്ലെങ്കിൽ ഞാൻ കൃഷ്ണനെ കുറിച്ച് ഒരു പുസ്തകം എഴുതുന്ന സമയത്ത്, ഞാനല്ല ഏതെങ്കിലും ഒരു സ്വാമി എഴുതി, ഞാൻ ഇപ്പോൾ ഒന്നിനെ കുറിച്ച് എഴുതാൻ പോകുന്നില്ല. അദ്ദേഹം തുണി വാരിക്കൊണ്ട് പെണ്ണുങ്ങൾ കുളിക്കുമ്പോൾ പെണ്ണുങ്ങളുടെ തുണിയൊക്കെ വാരി ഒരു മരത്തിൻ്റെ മേലെ ഇരുന്നിങ്ങനെ കുളി കണ്ട ഒരു കൃഷ്ണനെയാണോ പറയേണ്ടത്? ആ ഒരു വ്യക്തിത്വത്തിൻ്റെ വികലത ആയി ചിത്രീകരിക്കാൻ കഴിയുന്നതല്ല അവിടെ പറയേണ്ടത്. എന്ന് പറയുന്നത് പോലെ നമ്മളൊക്കെ ഉണ്ടാക്കിയ പുസ്തകങ്ങളിൽ ഒരുപക്ഷെ നമ്മുടെ അനുവാചകർ നമ്മുടെ തന്നെ ആളുകൾ ആയതുകൊണ്ട് പലപ്പോഴും ഹലീമയൊക്കെ വന്ന സമയത്ത് ഒട്ടകത്തിന് പാലില്ലായിരുന്നു, തിരിച്ചു പോകുമ്പോഴേക്കും ഒട്ടകത്തിന് പാലുണ്ട് എന്നുമുള്ള കറാമത്തുകളാണ് നമ്മളൊക്കെ അറിയാതെ പറഞ്ഞു പോകുന്നത്. അതിന് പകരം ഇന്നത്തെ എല്ലാ മതങ്ങളെയും തച്ചുടയ്ക്കാൻ ശ്രമിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇസ്ലാമിന്, എന്തിനാണ് ഇസ്ലാമിനോട് ഇത്ര പേടി, ഇസ്ലാമോഫോബിയ എന്തിനാ? മറ്റൊരു കാരണം അതിനില്ല. ഒരു ഫങ്ഷനാലിറ്റി കൂടിയ മതമാണ് ഇസ്ലാം.
ഈ ഫങ്ഷനാലിറ്റി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ നമുക്കൊന്നും മലയാളത്തിൽ പറയാനില്ല. അതുകൊണ്ടാണ് ഞാൻ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പ്രാക്ടിക്കബിലിറ്റി അല്ല. മനുഷ്യൻ്റെ സമസ്ത മേഖലകളിലും ഈ ഫങ്ഷനാലിറ്റി ഇല്ലാതെ പോവുകയാണ്. മതത്തിൽ ഫങ്ഷനാലിറ്റി കുറയുകയാണ്. രാഷ്ട്രീയത്തിൽ ഒട്ടും തന്നെ ഫങ്ഷനാലിറ്റി ഇന്നില്ല. പള്ളികളില്ല, അമ്പലങ്ങളിലില്ല, ചർച്ചുകളിലില്ല. സഭാ തർക്കങ്ങളും വഴക്കുകളും, അങ്ങോട്ട് കുർബാന വേണോ, ഇങ്ങോട്ട് കുർബാന വേണോ, ആ നേതൃത്വം വേണോ, ഈ നേതൃത്വം വേണോ എന്നൊക്കെ അടിക്കുമ്പോൾ നമ്മുടെ ഫങ്ഷനാലിറ്റീനെയാണ് അവിടെ. ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉണ്ട്. എത്ര നല്ല രീതിയിലാണ് ഇപ്പോൾ ഇതൊക്കെ സംവിധാനം ചെയ്ത്. നമ്മുടെയൊക്കെ പള്ളികൾ കണ്ടാൽ എത്ര ക്വാളിറ്റി ഉള്ള പള്ളികളാ. പള്ളികളുടെ വലുപ്പം, അതിൽ നിസ്കരിക്കുന്നവരുടെ എണ്ണം, ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉണ്ട്. പക്ഷെ പലപ്പോഴും അതിൽ നിസ്കരിക്കുക എന്ന അർത്ഥത്തിൽ, നമസ്കരിക്കുക എന്ന അർത്ഥത്തിൽ അലിയാരെ പോലെയൊക്കെ നമസ്കരിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു വരിക. എന്താ അലിയാരുടെ നിസ്കാരത്തിന്റെ പ്രത്യേകത? നിങ്ങളോട് ഞാൻ പറഞ്ഞു തരണ്ട. അലി റളിയല്ലാഹു അൻഹു അമ്പ് കൊണ്ട സമയത്ത് സ്വഹാബത്ത് ബാക്കിയുള്ളവരത് പിടിച്ചു വലിക്കാൻ വന്നപ്പോഴാണ് പറഞ്ഞത്, ഇപ്പൊ വേണ്ട, ഞാനൊന്ന് നിസ്കരിക്കാൻ നിന്നോട്ടെ, ഞാൻ നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു, എൻ്റെ തല പോയാലും ഞാൻ അറിയില്ല. 100% ഞാൻ ഈശ്വരനിൽ ലയിച്ച് ധ്യാന നിമഗ്നനായി നിൽക്കുമ്പോൾ എൻ്റെ ശരീരബോധവും എൻ്റെ മനോബോധവും പോകും. അപ്പൊ എനിക്ക് വേദന ഉണ്ടാവില്ല, ശരീരത്തിനും മനസ്സിനും. എനിക്കപ്പോൾ ആത്മാവിൽ നിന്ന് ആത്മാവിനോട് മാത്രം പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, അതാണ് നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് പോയി, അയാൾ എനിക്കൊരു അപ്പോയിൻമെന്റ് തന്നിരുന്നു. സമയത്തിന് വന്നപ്പോൾ അയാൾ ലേറ്റ്, അയാൾ സത്യത്തിൽ മറന്നുപോയി സ്വാമിക്ക് അപ്പോയിൻമെന്റ് കൊടുത്തത്. എന്നോട് സോറി പറഞ്ഞു സ്വാമി, സാധാരണ രാവിലെ സുബൈ നിസ്കരിക്കുമ്പോൾ അതൊക്കെ ഓർക്കലുണ്ട്. ഏത് സുബൈ നിസ്കരിക്കുമ്പോഴാണ് അന്ന് ആർക്കൊക്കെയാണ് അപ്പോയിൻമെന്റ് കൊടുത്തതെന്ന് ചങ്ങായി ഓർക്കുക. അദ്ദേഹത്തിന്റെ നമസ്കാരം എവിടെ? അലി റളിയല്ലാഹു അൻഹുവിന്റെ നിസ്കാരം എവിടെ? ഒരു കൊതുക് അടിച്ചാൽ പോലും അറിയുന്ന നമ്മൾ. ഞാനൊക്കെ സലാലയിലും അല്ലെങ്കിൽ ഒമാനിലൊക്കെ പോകുമ്പോൾ അവിടെയൊക്കെ പള്ളിയിൽ ഞങ്ങൾക്ക് കയറാലോ. അവിടെയൊക്കെ ചിലപ്പോൾ പല സമയത്തും കയറിയിട്ടുണ്ട്. ഈ അറബികളുടെ ഒരു പരിപാടിയാണ്. ഇപ്പം നിസ്കരിക്കുന്നതിൻ്റെ ഇടയിൽ ഫോൺ എടുത്തിട്ട് എന്തോ സലാത്താണെന്നും പറഞ്ഞ് അവിടെ വെക്കും. ഞാൻ ഏതായാലും ഇവിടെ അത് തുടങ്ങിയിട്ടില്ല. ഇവിടുത്തെ ഉസ്താദുമാർ നല്ലോണം അതിന് പ്രതികരിക്കുന്നുള്ളത് കൊണ്ട് കേരളത്തിൽ ഞാൻ അധികം ഉള്ളിടത്തൊന്നും കണ്ടിട്ടില്ല. സലാത്തൊക്കെ ഒരു വെറും ചടങ്ങായിട്ട് മാറ്റുക. ഇതുപോലെ തന്നെയാണ് കുർബാനയിൽ പങ്കെടുക്കുന്നവരും. ഇതുപോലെ തന്നെയാണ് അമ്പലത്തിലെ പ്രഭാഷണങ്ങളിലും അല്ലെങ്കിൽ യജ്ഞങ്ങളിലും ഒക്കെ പങ്കെടുക്കുന്നവർ. ഈ കലികാലത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു പ്രത്യേക ഘട്ടത്തിൽ നമ്മളൊക്കെ ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മത്സരിക്കേണ്ടത് അവനവന്റെ മതത്തിന്റെ വിഭാഗത്തിന്റെ ഫങ്ഷനാലിറ്റി കൂട്ടാനാണ്. അതായത് ഇവിടെ ഒരു പ്രശ്നം വരുമ്പോൾ ഞങ്ങൾ 1 കിലോ അരി കൊടുക്കുമെന്ന് മുസ്ലിങ്ങൾ പറഞ്ഞാൽ അടുത്ത പള്ളിയിലെ പള്ളിയിലച്ചൻ പറയേണ്ടത്, ആഹാ അങ്ങനെയാണോ, ഞങ്ങൾ 2 ചാക്ക് കൊടുക്കുന്ന പറയണം. അപ്പൊ അപ്പുറത്തെ അമ്പല കമ്മിറ്റി പറയണം, നിങ്ങൾ 1 കൊടുത്തു, നിങ്ങൾ 2 കൊടുത്തു, ഞങ്ങൾ 3 കൊടുക്കും. നന്മ ചെയ്യുന്നതിലാണ് നമ്മളൊക്കെ എന്ത് ചെയ്യേണ്ടത്? മത്സരിക്കേണ്ടത്. അപ്പോഴാണ് എൻ്റെ മതത്തിൻ്റെയും നിങ്ങളുടെ മതത്തിൻ്റെയും ഒക്കെ ഫങ്ഷനാലിറ്റി കൂടും. അതിനു പകരം നമ്മുടെയൊക്കെ പ്രവാചകന്മാരെ, ഇതിപ്പോ നബിദിനവും പിന്നെ വേദിയും ആയതുകൊണ്ടാണ് ഞാൻ മുഹമ്മദിനെ കുറിച്ചൊരു ഫങ്ഷണൽ പുസ്തകം ഇല്ല എന്ന് പറയുന്നത്. യേശുവിനെ കുറിച്ചും ഇല്ല. ഒരുപാട് പേര് എഴുതിയിട്ടുണ്ട്. പെന്തക്കോസുകാരൻ എഴുതിയാൽ വായിക്കാൻ കൊള്ളാവുന്നത് പെന്തക്കോസുകാർക്ക് മാത്രമാണ്. സുറിയാനിക്കാർ എഴുതിയാൽ സുറിയാനിക്കാർക്ക് മാത്രമായിട്ടാണ്. ഇപ്പോഴും യേശുവിന്റെ സി ആക്സിസിൽ നിന്നും ലാറ്ററൽ തിങ്കിന്റെ ഭാഗത്തു നിന്നും അവതരിപ്പിച്ച ഒരു പുസ്തകം ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു വിഷമമോ വിമർശനമോ ആകരുത്. നമ്മുടെ ഉത്തരവാദിത്തത്തിലേക്കുള്ള ഒരു ആത്മവിമർശനമായിട്ട് കണ്ടാൽ മതി. ഞാനും കൂടി ഇതിന് ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നു. ഇനിയിപ്പോൾ എന്താ സ്വാമി ഇതിന് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മറ്റേ ഉസ്താദ് പറഞ്ഞല്ലോ, ഇത് ഉണ്ടാക്കിയാൽ വാങ്ങാൻ ആളുണ്ടാവില്ല. അതിന് ഞാനൊരു പരിഹാരം കണ്ടിട്ടുണ്ട്. അതാണല്ലോ ഇപ്പം എനിക്ക് ചെയ്യാവുന്നത്. അതാണല്ലോ ഞാൻ ഇന്നു മുതൽ, അതായത് ഈ മാസം കഴിഞ്ഞാൽ, ഈ വർഷം തന്നെ 1-ാം തീയതി മുതൽ, അടുത്ത റബീഉൽ അവ്വൽ കഴിഞ്ഞ് അടുത്ത മാസത്തിലെ 1-ാം തീയതി മുതൽ ഞാൻ ഓരോ പണ്ഡിതന്മാരുടെയും അടുത്തേക്ക് വരും. എല്ലാ വിഭാഗത്തിലുള്ള പണ്ഡിതന്മാരുടെ അടുത്തേക്ക്. ഇവിടെ ഒരുപാട് ദർസുകൾ, ഹിഫ്ള് കോളേജുകൾ, പിന്നെ ദർസുകൾ, ഒരുപാട് സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അവിടെയുള്ള ഓരോരുത്തരും എനിക്ക് റസൂലുള്ളാഹിയുടെ ഫങ്ഷനാലിറ്റി മുൻനിർത്തിക്കൊണ്ടൊരു ലേഖനം തരണം. 1500 പണ്ഡിതന്മാരെ കൊണ്ട് ഞാൻ എഴുതിക്കാനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. സഹകരിക്കേണ്ടവർക്ക് സഹകരിക്കാം. ഇനി പറയാ ഞങ്ങൾ എഴുതി തരൂല എന്നാണെന്നുണ്ടെങ്കിൽ 1500 ലേഖനം ഞാൻ എഴുതും. എന്തേ അതിന് വല്ലതും ആർക്കെങ്കിലും പറയാനുണ്ടോ? ഞങ്ങളെ വിഭാഗങ്ങൾക്ക് ലേഖനം തരൂല എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ തരണ്ട, ഞാനത് എഴുതും. എനിക്ക് എഴുതാൻ ആരുടെയും
വിഷമം. പൊതുസമൂഹത്തിന് സ്വീകാര്യമായൊരു മുഖം തെറ്റിദ്ധരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ബർത്ത്ഡേ സമ്മാനമായിരിക്കണം അത്. അതുകൊണ്ട് ഞാൻ AP വിഭാഗത്തിൻ്റെ അടുത്തും ചെല്ലും, EK വിഭാഗത്തിൻ്റെ അടുത്തും ചെല്ലും, തെബലീഗുകാരുടെ അടുത്തും ചെല്ലും, ജമാഅത്തുകാരുടെ അടുത്തും ചെല്ലും, ജിന്നുള്ള മുജാഹിദിൻ്റെ അടുത്തും ചെല്ലും, ജിന്നില്ലാത്ത മുജാഹിദിൻ്റെ അടുത്തും ചെല്ലും, എറമുകളുടെ അടുത്തും ചെല്ലും. എറമു പറഞ്ഞാൽ എറണാകുളം മുജാഹിദ്, കോമു പറഞ്ഞാൽ കോഴിക്കോട് മുജാഹിദ്, എല്ലാവരുടെ അടുത്തും ഞാൻ ചെല്ലും. ഖാദിയാനികളുടെ അടുത്തും ചെല്ലും, അമ്പല കമ്മിറ്റിയിലും ചെല്ലും. സത്യസന്ധമായി ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ സൗകുമാര്യം പറയുന്ന പള്ളിയിലച്ചന്മാർ ഒരുപാട് പേര് എനിക്കറിയാം, അവരുടെ അടുത്തും ഞാൻ ചൊല്ലും. എന്നിട്ട് നിങ്ങൾ ഒരു 100 പേജിലെങ്കിലും ഒരു ഉപന്യാസം, 10ാം ക്ലാസ് പാസ്സാണെങ്കിൽ 120 പേജിൽ 120 വാക്കിലൊരു ഉപന്യാസം എഴുതിയെങ്കിലല്ലേ 10ാം ക്ലാസ് പാസ്സാകുള്ളൂ. ഒരു 10ാം ക്ലാസ്സിൽ എഴുതുന്ന സ്റ്റാൻഡേർഡ് അല്ലെങ്കിലും നമ്മൾ എഴുതിയുണ്ടാക്കണം. എന്നിട്ട് നമുക്കത് പ്രസിദ്ധീകരിക്കണം. പക്ഷേ 5-6 വർഷങ്ങൾ, 1500 ദിവസം എടുക്കുമായിരിക്കും. അതെത്ര കൊല്ല നമുക്കത് കൊടുത്തേ പറ്റൂ. ഇൻഷാ അല്ലാഹ് ഞാനത് ഓൾറെഡി ദൈവം ഉദ്ദേശിച്ചാൽ അതിൻ്റെ ഉദ്ഘാടനം ഒരു വേദിയിൽ വെച്ച് ഞാനത് ആ നിയത്ത് ഉറപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് തങ്ങന്മാരും ഒക്കെ ഇരിക്കുന്നൊരു വേദിയിൽ അവരുടെ സമ്മതത്തോടു കൂടി ഞാനത് ഉറപ്പിച്ചു. ഞാനത് ചെയ്തോളാം, അതിന് മുന്നിട്ട് ഇറങ്ങിക്കോളാം. അല്ലാതെ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ഇവിടെ പറഞ്ഞ പോലെ ഒരു അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ നീ വയറ് നിറച്ചുണ്ണരുത് എന്ന് പറയുന്നതിനാണ് ഫങ്ഷനാലിറ്റി. അല്ലാണ്ട് നിങ്ങൾ തിന്നോളി, കുടിച്ചോളി, ആനന്ദിച്ചോളി, എന്ത് ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞത് ഫങ്ഷനാലിറ്റി ആവില്ല. അനാഥന്റെ മുന്നിൽ വെച്ച് നിന്റെ മക്കളെ ഒരു പരിധിയിലേറെ ലാളിക്കരുത് എന്ന് പറഞ്ഞ റസൂലുള്ളാഹി. നിങ്ങൾ ഒരാളെ കൊല്ലേണ്ടുന്ന അവസ്ഥ വന്നാൽ പോലും അത് ഇന്ന സ്ഥലത്ത് വെട്ടിയാൽ മനുഷ്യൻ എത്രയും പെട്ടെന്ന് മരിച്ചു പോകും, അതുകൊണ്ട് അവനെ ഇഞ്ചിഞ്ചായി കൊല്ലരുതെന്ന്, കൊല്ലുന്നതിൽ പോലും റഹ്മത്ത്. അങ്ങനെ ഉണ്ട്. നമ്മൾ ചിലവരെ യുദ്ധതന്ത്രങ്ങളിൽ കൊന്നേ പറ്റൂ. ആ സമയത്ത് പോലും നിങ്ങൾ എന്തു ചെയ്യണം? മനുഷ്യനെ എവിടെ വെട്ടിയാലാണ്, എത്ര മൂർച്ചയുള്ള ആയുധം കൊണ്ട് വെട്ടിയാലാണ് എത്രയും പെട്ടെന്ന് അവർക്ക് പോകാൻ കഴിയുക എന്നത് ആ രീതിയിൽ വരെ നിർദ്ദേശങ്ങൾ കൊടുത്ത ഒരു റസൂലുള്ളാഹിനെയാണ് നമ്മൾ പറയേണ്ടത്. അവതരിപ്പിക്കണം അദ്ദേഹം. അങ്ങനെ എത്രയെത്ര കാര്യങ്ങൾ, എത്രയെത്ര ഒരു പട്ടിയെയും കുട്ടിയെയും ഈ പറയുന്നത് പോലെ അവരുടെ മക്ക വിജയ സമയത്ത് അവര് വന്ന സമയത്ത് മക്കാവില്ല പോണം. ആ വലിയ സന്തോഷത്തിൽ അവരിങ്ങനെ പടനയിച്ച് കുതിരപ്പുറത്തൊക്കെ ഇങ്ങനെ ആനപ്പുറത്തൊക്കെ പോയിട്ടുണ്ടാവും. ആ പോയ സമയത്ത് മരുഭൂമിയിൽ ഒരു പട്ടിയും കുട്ടിയും ഇത് കണ്ടിട്ടാകെ ചെതറിപ്പോയി. ഇവരുടെ ഈ വരവ് കണ്ടപ്പോൾ റസൂലുള്ളാഹി അവരെ തടഞ്ഞു നിർത്തി പറയാണ്, എല്ലാവരും ശാന്തരാകുവിൻ, സഹാബത്തെ ശാന്തരാകുവിൻ. എന്തേന്ന് ചോദിച്ചു. ഒരു പട്ടിയും കുട്ടിയില്ല. സഹാബത്ത് അന്തം വിട്ടാണ്. പട്ടിയും കുട്ടിയുണ്ടെങ്കിൽ നമുക്കെന്താ നമ്മുടെ നേതാവേ? ഒരു പട്ടിക്കും കുട്ടിക്കും പോലും അവരുടെ വീടെത്താൻ, അല്ലെങ്കിൽ അവരുടെ ജീവന് നമ്മുടെ ഘോഷയാത്ര കൊണ്ട് അതിന് ഉത്തരം പറയരുത്. അവര് കണ്ണെത്താ ദൂരത്തോളം മാറിപ്പോയതിനു ശേഷമാണ് തൻ്റെ അനുചരന്മാരോട് ലെഫ്റ്റ് റൈറ്റ്, ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് പറഞ്ഞത്. ഇതന്നെയാണ് ഞാൻ കാണുന്ന ഫങ്ഷനാലിറ്റി. ഇത്തരം വാക്കുകളൊന്നും നമ്മൾ പറയുന്നുണ്ട്, വയലിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അവതരിപ്പിക്കുമ്പോൾ ഇതൊന്നും അല്ല പലപ്പോഴും പുറത്തേക്ക് വരുന്നു. അവിടെ ചെന്നപ്പോഴും എന്തെല്ലാം അത്ഭുതങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു ചരിത്രകാരൻ എഴുതി, നോട്ട് ഈവൻ എ സിംഗിൾ ഡ്രോപ്പ് ഓഫ് ബ്ലഡ് വാസ് ഡ്രോപ്പ്. ഒരു തുള്ളി രക്തം പോലും അവിടെയൊന്നും ചിന്തപ്പെട്ടിട്ടില്ല. നോട്ട് ഈവൻ എ സിംഗിൾ വുമൺ വാസ് റേപ്പ്. ഒരു പെൺ പോലും അവിടെ എന്ത് ചെയ്തിട്ടില്ല, ഒരു പെണ്ണിനെ പോലും അവിടെ ബലാത്സംഗം ചെയ്തിട്ടില്ല. അങ്ങനെ ഒരുപാട് തച്ചുടയ്ക്കപ്പെട്ടിട്ടില്ല. ഒരു വിഗ്രഹങ്ങളെയും ഒരു ആരാധനാലയങ്ങളെയും ഒരു വീടിനെ പോലും ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെയാണ് മക്ക വിജയം, ചരിത്രത്തിൽ ആദ്യമായി ഒരു പട്ടാള വിപ്ലവം ഉണ്ടായത്. ഇതൊക്കെയാണ് നമ്മൾ അന്വേഷിക്കുന്ന, ഇതൊക്കെ ആയിരിക്കണം നമ്മൾ പറയുന്ന നമ്മുടെയൊക്കെ ഫങ്ഷനാലിറ്റി എന്ന് പറയുന്നു. ഇതിൻ്റെ മതി മനസ്സിലായി. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഞാൻ കുറച്ച് ദൂരത്തുനിന്ന് വന്നതുകൊണ്ടും ഇത്രയൊക്കെ എങ്കിലും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഒരു വിഷമാണല്ലോ, അതുകൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ നോട്ടീസ് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി ഇത്രയൊന്നും സമയം എടുക്കാൻ പാടില്ലാത്തതാണ്. കാരണം 10 പേരോളം ആശംസകളും പങ്കെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. നമുക്കൊരു കുറച്ചും കൂടി എന്താണ് രാഷ്ട്രീയ നേതാക്കളെയൊക്കെ കേൾക്കാനായിരിക്കും ഒരു പക്ഷേ താല്പര്യം. ഏതായാലും
28 മിനിറ്റായി. ഞാനൊരു 30 മിനിറ്റ് എടുക്കണം എന്നാണ് വിചാരിച്ചത്. ഞാനത് ഇത് വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതായാലും ഞാൻ നിർത്തുകയാണ്. നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളും നമ്മുടെയൊക്കെ ശൈലികളും കൃത്യമായി എല്ലാ മതക്കാരോട് കൂടിയിട്ടാണ് പറയുന്നത്. ലൈവ് പോകുന്നതാണല്ലോ. ഇവിടുത്തെ ആളുകൾ മാത്രമല്ല ഇതിനൊക്കെ വേണ്ടി ഇത് കേൾക്കുന്നത്. എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ പ്രഭാഷണങ്ങൾ, ഓരോ ദിവസത്തെ പ്രഭാഷണങ്ങളും എല്ലാ മതത്തിൽപ്പെട്ട ആളുകളും ലൈവിലൂടെ കേട്ട് അഭിപ്രായം പറയാറുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ മത്സരിക്കേണ്ടത് നന്മ ചെയ്യാനായിരിക്കണം. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫങ്ഷനാലിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കണം. ആ ഒരു അർത്ഥത്തിൽ നമ്മൾ ചെയ്ത ഈ പ്രവർത്തനങ്ങൾ ദൈവം നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, ഒരു സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കട്ടെ എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. റബ്ബനാ തഖബ്ബൽ മിന്ന ഇന്നക അന്ത സമീഉൽ അലീം എന്ന പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് ഇത് നമ്മിൽ നിന്നൊരു അമലായി സ്വീകരിക്കട്ടെ, സ്വാലിഹായിട്ടുള്ള അമലായി സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. തിരിച്ച് തൃശ്ശൂരേക്ക് തന്നെ പോകേണ്ടതുണ്ട്. ഒരല്പ വിശ്രമം കോഴിക്കോട് എടുക്കും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ വേദി നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന ബഹുമാനപ്പെട്ട സ്വാമി ആത്മദാസ് യമി ധർമ്മപക്ഷക്ക് സംഘാടക സമിതിക്ക് പേരിലുള്ള കൃതജ്ഞത അറിയിക്കുന്നു.